ओम शांति। आज बाबा मुरली में एक प्रश्न पूछा है कि बच्चे, आपका सेफ्टी का साधन क्या है? ഓം ശാന്തി. ഇന്ന് ബാബ മുരളിയിൽ ഒരു ചോദ്യം ചോദിച്ചു. മക്കളെ, നിങ്ങളുടെ സുരക്ഷയ്ക്കുള്ള സാധനം എന്താണ്? तो बाबा ने बोला है कि याद की यात्रा ही आपका सुरक्षा का बहुत बहुत बड़ा साधन है। ബാബ ഉത്തരവും തന്നു, ഓർമ്മയുടെ യാത്രയാണ് നിങ്ങളുടെ സുരക്ഷയ്ക്കുള്ള ഏറ്റവും വലിയ സാധനം. यदि हमारा शरीर को कुछ हो जाता है तो हमारा सेफ्टी का साधन बाबा का याद है. ശരീരത്തിന് എന്തെങ്കിലും സംഭവിച്ചാലും സുരക്ഷയ്ക്കുള്ള സാധനം ബാബയുടെ ഓർമ്മയാണ്. जीवन में कुछ भी हो जाता है ऊपर नीचे, इसका सेफ्टी का साधन बाबा का याद है. ജീവിതത്തിലെ കയറ്റിറക്കങ്ങൾ എന്ത് തന്നെ സംഭവിച്ചാലും സുരക്ഷയ്ക്കുള്ള സാധനം ബാബയുടെ ഓർമ്മയാണ്. एक बीके भाई था, उन्होंने जब मोटरसाइकिल में जाता था तो मोटरसाइकिल स्किड होके वो गिर गया और इसका एक पाँव का फ्रैक्चर हो गया. ഒരു ബി കെ ഭായി ഉണ്ടായിരുന്നു. അദ്ദേഹം മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് വണ്ടി സ്കിഡായിട്ട് ഒരു കാലിന് എല്ല് പൊട്ടി. तो उन्होंने सोचा ये मुझे नहीं होना था ना, मैं तो बाबा को याद करता हूँ, तो बाबा मुझे रक्षा देना है, हमारे सेफ्टी का देखभाल करना है, तो बाबा का मैं तो रिस्पॉन्सिबिलिटी दिया हूँ ना, क्यों मुझे फ्रैक्चर हो गया. അതിൻ്റെ മനസ്സിലെ ചിന്ത, ഇതെന്താ എനിക്കിങ്ങനെ സംഭവിച്ചത്? ഞാൻ ബാബയുടെ ശ്രീമതം പാലിക്കുന്നു, ബാബയുടെ ക്ലാസ് കേൾക്കുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ബാബയുടെ കൈകളിൽ ഏൽപ്പിച്ചതാണല്ലോ, പിന്നെ എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു? तो उस सेंटर की बहन वो उसको मिला तो बोला, बाबा ने आपको रक्षा किया है, नहीं तो आपका दोनों पाँव कट जा सकते थे, आपको 50% रिबेट मिल गया. ആ സെൻറ്ററിലെ സഹോദരി കണ്ട സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, ബാബ നിങ്ങളെ രക്ഷിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ശരിക്കും രണ്ട് കാലും ഒടിഞ്ഞേനെ, ഒന്നൊടിഞ്ഞിട്ട് ബാബ 50% ആക്കി കുറച്ചതാണ്. अभी रक्षा कौन किया? बाबा ने किया या वो जो कर्म किया है, अच्छा कर्म किया है, वो उनका सेफ्टी किया? कौन किया? അപ്പം ചോദ്യം, ബാബ ആ സഹോദരനെ രക്ഷിച്ചതാണോ, അതോ അദ്ദേഹത്തിൻ്റെ സ്വന്തം നല്ല കർമ്മങ്ങൾ അദ്ദേഹത്തെ രക്ഷിച്ചതാണോ? ചോദ്യം. जो बाबा सेफ्टी करता है वो हाथ उठाइए. ബാബയാണ് ആ സഹോദരനെ രക്ഷിച്ചത് എന്ന് പറയുന്നവരൊന്ന് കൈ ഉയർത്തു കാണട്ടെ. और कर्म सेफ्टी किया है वो हाथ उठाइए. കർമ്മമാണ് അദ്ദേഹത്തെ രക്ഷിച്ചതെന്ന് പറയുന്നവരൊന്ന് കൈ ഉയർത്തിയേ. अच्छा, बाबा बोलते हैं जो आपने अच्छे कर्म करते हैं ना, उससे आपका भला होता है. ബാബ പറയുന്നു, നിങ്ങൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങളിലൂടെയാണ് നിങ്ങൾക്ക് മംഗളം സംഭവിക്കുന്നത്. क्योंकि कर्म का ज्ञान कौन दिया? കാരണം കർമ്മത്തിൻ്റെ ജ്ഞാനം തന്നത് ആരാണ്? शिव बाबा ने दिया है ना. ശിവബാബയല്ലേ തന്നത്? तो जिसने ज्ञान दिया उस ज्ञान में मैं चला तो मेरा सेफ्टी हो गया. എനിക്ക്
ജ്ഞാനം തന്നു. ആ ജ്ഞാനപ്രകാരം ഞാൻ നടന്നതുകൊണ്ട് എനിക്ക് സുരക്ഷയായി. तो 2 के बदले 1 फ्रैक्चर हो गया. അപ്പം 2 പകരം 1 ചുരുങ്ങി. तो लोग समझते हैं, लौकिक वाले समझते हैं, हमको हम पुण्य का कर्म जो करते हैं ना, वो हमको सेफ कर सकता है. इसीलिए लोग क्या करते हैं, टेंपल में जाते हैं, पैसा डालते हैं, या किसी को वृद्धाश्रम में पैसा देते हैं, किसी को खाना खिलाते हैं, बच्चों को पढ़ाते हैं. ये सभी समझते हैं ये बहुत पुण्य का कर्म है और ये कर्म मुझे क्या करता है, सेफ्टी करता है. ऐसा समझते हैं लोग. ലൗകികത്തിൽ മനുഷ്യന്മാർ വിചാരിക്കുന്ന ഒരാൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ അവരുടെ സുരക്ഷയ്ക്ക് ആധാരമാവും. അതുകൊണ്ടാണ് അമ്പലങ്ങളിൽ പോവുക, ദാനം നടത്തുക, ആളുകളെ സഹായിക്കുക, ഇങ്ങനെ ആവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് നല്ല കർമ്മങ്ങൾ എനിക്ക് എൻ്റെ രക്ഷ തരും എന്നവർ വിചാരിക്കുന്നു. तो जो डायरेक्शन देता है, ज्ञान देता है, इससे हम बच सकते हैं. लेकिन वो ज्ञान जो देता है उसको हमको फॉलो करना है, तब हमको मिल सकता है. ബാബ നമുക്ക് ഡയറക്ഷൻ തരും, ജ്ഞാനം തരും. അതുപ്രകാരം നടക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ സേഫ്റ്റി കിട്ടുന്നത്. जैसे कि एक भाई ट्रैवल करता है, तो उसको जो गांव वाले हैं ना, गांव वाले से पूछते हैं मैं यहाँ तक जाना है, कौन सा रोड अच्छा है. वो बोलते हैं ये शॉर्टकट रोड है लेकिन थोड़ा डेंजर है, स्किड ज़्यादा होता है, आप मेन रोड में जाइए, 10 मिनट लेट हो जाएगा, फिर भी आप सेफ्टी से वह पहुँचेंगे, ऐसा बोलता है. ഒരാൾ ഗ്രാമത്തിൽ വണ്ടി ഓടിച്ചെത്തി. ഗ്രാമവാസികളോട് ചോദിക്കുകയാണെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് പോകണം, ഏത് വഴിക്ക് പോകണമെന്ന്. ഉത്തരം പറഞ്ഞു, ഒരു വഴി ഷോർട്ട് കട്ട് ഉണ്ട്, പക്ഷേ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള വഴിയാണ്, നല്ല വഴുതി പോകാനുള്ളൊക്കെ സാധ്യതയുണ്ട്. മറ്റൊന്ന് മെയിൻ റോഡാണ്, അതിലൂടെ പോകണമെങ്കിൽ 10 മിനിറ്റ് ലേറ്റ് ആവും, എങ്കിലും നിങ്ങൾ സേഫ് ആയിട്ട് എത്തും എന്ന് പറഞ്ഞു. तो वो भाई जब अपना स्थान रीच करते हैं तो किसको थैंक्स देगा? वो जो डायरेक्शन दिया ना ठीक तरीके से, उसको थैंक्स देता है ना मन में. അപ്പം ആ സമയത്ത് വഴി തിരഞ്ഞെടുക്കുമ്പോൾ ആ ബായി ആർക്കാണ് താങ്ക്സ് പറയുക? ആ വഴി പറഞ്ഞു കൊടുത്ത ആളോട് താങ്ക്സ് പറയുമല്ലോ. तो ऐसे जो हमको बताते हैं, ज्ञान देते हैं, उसको हमको थैंक्स देना है. അതായത് ആര് നമുക്ക് വഴി പറഞ്ഞു തരുന്നുണ്ടോ, മനസ്സിലാക്കി തരുന്നുണ്ടോ, അവരോട് നമുക്ക് താങ്ക്സ് പറയണം. लेकिन यहाँ हम जो लौकिक लोग पुण्य का काम करते हैं, वैसा कर्म तो यहाँ हम नहीं करते. हम ना टेंपल में जाके हुंडी में डालते हैं या किसी और जगह जाते जा करके कुछ करते हैं, ऐसा नहीं करते ना. फिर भी हमारा सेफ्टी कैसे हो सकता है? പക്ഷെ ലൗകികത്തിലെ ആളുകൾ വിചാരിക്കും പോലെ അമ്പലത്തിൽ പോയി ഭണ്ഡാരം ചേർത്ത് അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ദാനം കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. പിന്നെയും നമ്മുടെ സുരക്ഷ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? बाबा ने कभी भी ये नहीं बोला कि आप ये भंडारा है ना, ये भंडारे में पैसा डालो, आपको मैं रक्षा कर देता हूँ. ऐसा बोला है क्या? ബാബ നിങ്ങളോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇവിടെ ഭണ്ഡാരത്തിൽ കൊണ്ട് പൈസ ഇട്, എന്നാൽ നിങ്ങളെ ഞാൻ രക്ഷിച്ചോളാം എന്നെപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബാബ അങ്ങനെ? लेकिन बाबा बोलते हैं मुझे याद करो. ബാബ പറയുന്നത് എന്നെ ഓർമ്മിക്കൂ. क्यों बोलते हैं बाबा मुझे याद करो? എന്തുകൊണ്ടാണ് എന്നെ ഓർമ്മിക്കൂ എന്ന് പറയുന്നത്? क्योंकि याद करना ही पुण्य का काम है. കാരണം ഓർമ്മിക്കുന്നത് തന്നെയാണ് പുണ്യകർമ്മം. दुनिया से सबसे बड़ा पुण्य का काम है जो भगवान को याद करना. ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് ഭഗവാനെ ഓർമ്മിക്കുക. तो भगवान जब याद करते हैं, उनका मुरली सुनते हैं, तो ज्ञान देते हैं, कर्म का ज्ञान देते हैं. अकर्म क्या है, विकर्म क्या है, कर्म क्या है, ये सभी ज्ञान देते हैं. ഭഗവാനെ ഓർക്കുമ്പോൾ, മുരളി കേൾക്കുമ്പോൾ ഭഗവാൻ നമുക്ക് ജ്ഞാനം തരികയാണ്. കർമ്മ അകർമ്മ വികർമ്മത്തിൻ്റെ ജ്ഞാനം പറഞ്ഞു തരുന്നു. तो हम विकर्म नहीं करते, हम अच्छे कर्म करते हैं, तो
अच्छे कर्म करने से क्या होता है, हमारा पुण्य का फल जमा होता जाता है। അതിലൂടെ നമ്മൾ വികർമ്മം ചെയ്യാതായി നല്ല കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങും. പുണ്യത്തിൻ്റെ കണക്ക് നമ്മുടെ ശേഖരിക്കപ്പെടാൻ തുടങ്ങും. तो सबसे ज़्यादा पुण्य का कर्म भगवान को याद करना है. ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് ഭഗവാനെ ഓർമ്മിക്കുക. एक बार क्या हुआ, प्रकाशमणि दादी ने मुंबई जाना था. तो मुंबई जाने के लिए उन दिनों कार के फैसिलिटी ज़्यादा नहीं था, उन्होंने ट्रेन में जाते थे हर बार. एक बार उन्होंने निकला, सुबह नाश्ता करके उन्होंने, ट्रेन था, रेलवे स्टेशन तक कार में निकलने के लिए उन्होंने रूम से निकला. रूम से निकलने के बाद वो बाबा के कमरे में गया बाबा से छुट्टी लेने. ഒരു പ്രാവശ്യം പ്രകാശ്മണി ദാദി ബോംബെയിലേക്ക് വരുമായിരുന്നു. ഇന്നത്തെ പോലെ അത്രയും കാറിൻ്റെ ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല അന്ന്. അതുകൊണ്ട് ദാദി ട്രെയിനിലായിരുന്നു വരുന്നുണ്ടായിരുന്നത്. പക്ഷെ റെയിൽവേ സ്റ്റേഷൻ വരെ വരും. അപ്പോൾ ദാദി അന്ന് ബോംബെക്ക് പുറപ്പെടാൻ വേണ്ടിക്കൊണ്ട് ബാബയുടെ അടുത്ത് അനുമതി വാങ്ങാൻ വേണ്ടി ബാബ റൂമിലേക്ക് പോയി. तो बाबा के कमरे से बाहर आकर के दादी बोलती है, मैं बॉम्बे नहीं जाऊंगा, बाबा ने मुझे छुट्टी नहीं दिया है. ബാബ റൂമിൽ നിന്ന് പുറത്ത് വന്നിട്ട് ബായി പറയുകയാണ്, ഞാൻ ബോംബെയിലേക്ക് പോകുന്നില്ല. ദാദി പറയുകയാണ്, ഞാൻ ബോംബെയിലേക്ക് പോകുന്നില്ല, ബാബ എനിക്ക് ചുട്ടി തന്നിട്ടില്ല. तो दादी का पूरा सामान गाड़ी में डाल दिया है. लास्ट मिनट में बुकिंग हो गया है ट्रेन में. दादी आकर के बोलती है, मैं नहीं जा रही हूँ. ബുക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു, കാറിലേക്ക് ലഗേജ് കയറ്റി കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് ദാദി വന്ന് പറയുകയാണ്, ഞാൻ ബോംബെയിൽ പോകുന്നില്ല, बाबा ने मुझे छुट्टी नहीं दिया. ബാബ എനിക്ക് അനുമതി തന്നില്ല. तो उसके बाद दादी ने क्लास में ये बात बोली, जब मैं बाबा के कमरे गया तो बाबा ने ऐसा ऐसा उसका कान हिलाया, ऐसा उनको देखा. तो फोटो में तो एक नहीं हो सकता है ना, फोटो में ऐसा होता है क्या, नहीं होता है. लेकिन बाबा उनको टचिंग दिया. तो क्या हुआ, उन्होंने समझा कि बाबा मुझे छुट्टी नहीं दे रही है, तो हमने कैंसिल किया. അപ്പോൾ ദാദിയെ കഴിഞ്ഞ ശേഷം ക്ലാസ്സിൽ വന്ന് പറഞ്ഞു, ഞാൻ ബാബ റൂമിൽ പോയിട്ട് ബാബയോട് പോട്ടേയും ചോദിച്ചപ്പോൾ ബാബ ഇങ്ങനെ തലയാട്ടി, വേണ്ട 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 തലയാട്ടി. നമ്മൾ ചിന്തിച്ചൊക്കെ ഫോട്ടോ ഒരിക്കലും തലയാട്ടില്ലല്ലോ. അപ്പോൾ ദാദിക്ക് മനസ്സിലായി, ദാദി കണ്ടു ബാബ അങ്ങനെ തലയാട്ടുന്നതായിട്ട്, അതുകൊണ്ട് ദാദി പോയില്ല. और जिस ट्रेन में दादी जाना था उसका एक्सीडेंट हो गया उस दिन. പക്ഷേ ഏത് ട്രെയിനിൽ ദാദി പോകണമായിരുന്നു, ആ ട്രെയിൻ ആക്സിഡൻ്റ് ആയി. सेफ्टी मिल गया ना, സുരക്ഷിതമായി. क्योंकि बाबा को याद किया, छुट्टी ली. दादी का ये अभ्यास था, जब भी वो पांडवपन से बाहर पांव रखती है, बाहर जाने से पहले बाबा से छुट्टी लेना, ये उनका आदत थी. ബാബയെ ഓർമ്മിച്ചു, ദാദിക്ക് സുരക്ഷ കിട്ടി. ദാദിയുടെ സ്വഭാവമായിരുന്നു, പാണ്ഡവ ഭവനിൽ പുറത്തേക്ക് കാല് വെക്കുമ്പോൾ, മീൻസ് പുറത്ത് പോവുകയാണെങ്കിൽ ബാബയെ കണ്ട് ബാബയുടെ അനുമതി എടുത്തിട്ടേ പോവുള്ളൂമായിരുന്നു. जब ओम शांति भवन में क्लास होता था, दादी इधर रूम से निकलती थी, 6:30 बजे तब क्लास होता था. तो 6:35 6:40 दादी आती थी क्लास में. आने के पहले बाबा से छुट्टी लेकर के वो आती थी. ഓം ശാന്തി ഭവനിൽ മുരളി വായിക്കാൻ പോലും പാണ്ഡവ ഭവനിൽ പുറത്ത് കിടക്കണമെങ്കിൽ ദാദി 6:30 ആകുമ്പോഴത്തേക്കും ബാബയുടെ അടുത്ത് പോയി ബാബയുടെ ദൃഷ്ടിയെടുത്ത് 6:45 ആകുമ്പോഴത്തേക്കും ഓം ശാന്തി ഭവനിൽ എത്തുമായിരുന്നു. हमको ये अभ्यास करना है, जब घर से निकलते हैं तब बाबा से छुट्टी लेकर के निकलना. നമുക്കും ഈ ഒരു കാര്യം അഭ്യസിക്കണം. വീട്ടിൽ നിന്ന് പുറത്ത് കിടക്കുകയാണ് എങ്കിൽ ബാബയുടെ അനുമതി എടുത്തിട്ടേ പുറത്ത് കിടക്കാവൂ. यदि घर में बाबा का फोटो है या नहीं है, इसका मतलब है नहीं. आपका मन बाबा से मिलकर बाबा को आप बता सकते हैं, बाबा इस कार्य से मैं जा रहा हूँ,
आप मेरा साथ देना। വീട്ടിൽ ബാബയുടെ ഫോട്ടോ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പോലും പ്രശ്നമല്ല. നിങ്ങൾ മനസ്സുകൊണ്ട് ബാബയുമായി കണക്റ്റഡ് ആയിട്ട് ബാബയോട് പറയണം, ബാബ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ പുറത്തു പോവുകയാണ് എന്ന് ബാബയുടെ അനുമതി എടുത്തിട്ട് പുറത്തിറങ്ങണം, ശീലം വരണം. दुनिया में लोग इतना दान करते हैं, पुण्य करते हैं, लोगों को सहयोग देते हैं, लेकिन उनको ये फैसिलिटी क्यों नहीं है? ലോകത്തുള്ളവർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നിട്ട് എന്തുകൊണ്ട് അവർക്ക് ആ സേഫ്റ്റി കിട്ടുന്നില്ല? बाबा उनको सेफ नहीं करता क्या? ബാബ അവരെ സേഫ് ആക്കുന്നില്ലേ? वो बाबा के बच्चे नहीं हैं क्या? അവർ ബാബയുടെ മക്കളല്ലേ? बाबा के बच्चे हैं ना वो भी. അവരും ബാബയുടെ മക്കൾ തന്നെയല്ലേ? അല്ലേ? ആണെങ്കിൽ തലയാട്ടിക്ക, നല്ലതാ. तो डिफरेंस यहाँ आता है कि जब मनुष्य मनुष्य को सहयोग देता है, तो उनको जो ब्लेसिंग आता है, जो रिसीव किया है, सहयोग रिसीव किया है, वो ब्लेसिंग देता है, जो दिया है उसको, वो ब्लेसिंग में ताकत कम रहता है. लेकिन हम बाबा को याद कर रहे हैं, बाबा से ब्लेसिंग ले रहे हैं, तो हमारा कनेक्शन परमात्मा से होता है. परमात्मा का ब्लेसिंग कैसा रहता है और मानव का ब्लेसिंग कैसे रहता है, इसमें अंतर है ना. നമ്മളെന്തെങ്കിലും മറ്റുള്ള ആളുകളെ സഹായിക്കുമ്പോൾ അവർ നമുക്ക് ഇങ്ങോട്ട് ആശീർവാദം തരുമല്ലോ. ആർക്ക് സഹായിച്ചാലും അവർക്ക് ആശീർവാദം കിട്ടും. അത് മനുഷ്യന്മാരുടെ ആശീർവാദമാണ്. നമ്മൾ ബാബയെ ഓർക്കുമ്പോൾ, ബാബയുടെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആശീർവാദം തരുന്നത് ഭഗവാനാണ്, ബാബയാണ്. ഭഗവാന്റെ ആശീർവാദവും മനുഷ്യന്മാരുടെ ആശീർവാദവും രണ്ടും തമ്മിൽ വ്യത്യാസമില്ലേ? बाबा ये नहीं बोलते कि दूसरों को सहयोग नहीं देना, सहयोग देना. हमको जो कष्ट में है उनको सहयोग देंगे, लेकिन किसकी याद में देंगे? भगवान की याद में देंगे. हम कभी भी इसको दे रहे हैं, उसको दे रहे हैं, कुछ निरीक्षा में रख कर के मैं पुण्य का काम कर रहा हूँ, मुझे कुछ मिल रहा है, ऐसा एक्सपेक्टेशन रख करके नहीं करना. എന്ന് കരുതി നമ്മൾ ലോകത്താരുടെയും സഹായം ചെയ്യില്ല എന്നല്ല പറയുന്നത്. ചെയ്യും, പക്ഷെ ഞാൻ ഇവർക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് അവരിൽ നിന്ന് എനിക്ക് ഇങ്ങനെ കിട്ടണം എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ സേവ ചെയ്യില്ല. ബാബയെ ഓർത്തുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. क्योंकि वो भी पुण्य का कर्म है, और पुण्य का कर्म में लेवल्स होता है. हाईएस्ट लेवल इज बाबा से कनेक्शन, बाबा को याद करना बेस्ट पुण्य का कर्म है. കാരണം ഓരോ കർമ്മത്തിനും, അതും പുണ്യത്തിൻ്റെ കർമ്മം തന്നെയാണ്, പക്ഷെ പുണ്യകർമ്മത്തിനും പല ലെവലുകളുണ്ടല്ലോ. അതിലേറ്റവും വലിയ പുണ്യകർമ്മം എന്ന് പറയുന്നത്, ബെസ്റ്റ് എന്ന് പറയുന്നത് ബാബയുടെ ഓർമ്മയാണ്. तो लोग क्या कहते हैं, किसी को कुछ रोग आ गया, कुछ हो गया, तो भगवान को याद करते हैं और भगवान को निंदा भी करते हैं. आप मुझे ये दे दिया, आपसे मुझे ये मिला, मैंने आपको कितना दिया, मैंने टेम्पल को कितना दिया, कितनों को पुण्य का कर्म दिया, ये मुझे क्यों आया, ऐसा लोग भगवान से आरोप करते हैं. മനുഷ്യന്മാർ ഭഗവാനെ സ്തുതിക്കുകയും ചെയ്യും, നിന്ദിക്കുകയും ചെയ്യും. എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് വരുമ്പോൾ, ഞാൻ അമ്പലത്തിലേക്ക് ഇത്രയധികം കാര്യങ്ങൾ കൊടുത്തു, എത്ര പേർക്ക് ഞാൻ ഇങ്ങനെയൊക്കെ ദാനപുണ്യങ്ങൾ ചെയ്തു, എന്നിട്ട് എനിക്ക് ഇതാണോ കിട്ടിയ ഫലം എന്ന് ചോദിച്ചുകൊണ്ട് ഭഗവാനെ നിന്ദിക്കുകയും ചെയ്യും, അതേസമയം ഭഗവാനെ സ്തുതിക്കുകയും ചെയ്യും. क्योंकि उनको पुण्य का कर्म क्या है उनका समझ नहीं है, ज्ञान नहीं है. കാരണം അവർക്ക് യഥാർത്ഥ പുണ്യകർമ്മത്തിൻ്റെ അറിവില്ലല്ലോ. एक एग्जाम्पल है, महाभारत का वार पूरा हो चुका था, तो कौरव हार गए, पांडव जीत गए. वार होने के बाद धृतराष्ट्र ने श्री कृष्ण के पास आया, आकर के पूछा, भगवान आप तो सब जानते हो, आप त्रिकालदर्शी हो, आपसे मेरा एक प्रश्न है. श्री कृष्ण ने बोला, पूछो. तो धृतराष्ट्र ने पूछता है, मेरा 100 बच्चे थे, 100 बहुत बलशाली, सब हार गए, सब मारे गए, क्यों?
മഹാഭാരത യുദ്ധം കഴിഞ്ഞു. ആ സമയത്ത് ധൃതരാഷ്ട്രര് കൃഷ്ണനോട് വന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. എനിക്ക് 100 മക്കളുണ്ടായിരുന്നല്ലോ, അതീവ ബലശാലികളായിരിക്കുന്ന 100 മക്കൾ, എന്നിട്ടും എന്തുകൊണ്ട് എൻ്റെ 100 മക്കളും കൊല്ലപ്പെട്ടു എന്ന് ധൃതരാഷ്ട്രര് കൃഷ്ണനോട് ചോദ്യം ചോദിച്ചു. So श्री कृष्ण ने बोला कि इसका एक बहुत कर्म का रहस्य है. कर्म का रहस्य ये है कि बहुत बहुत साल पहले आप एक जंगल में हंटर था, बेटेगारा हंटर था. तो हंटिंग करने आप एक दिन निकले तो एक पंछी एक पेड़ के ऊपर बैठा था. आप उसको मारने के लिए बाण अपने छोड़ा, लेकिन पंछी उड़ गई. तो आपको बहुत गुस्सा आ गया. आपने पेड़ के ऊपर चढ़ा, आप देखा उसका जो बहुत सारे बच्चे हैं उधर, छोटा छोटा बच्चे, 100 बच्चे थे. आपने गुस्से में सबको मार दिया. इसी कारण अभी आप 100 बच्चे को खो दिया. ये कारण है. അപ്പോൾ ധൃതരാഷ്ട്രോട് കൃഷ്ണൻ പറഞ്ഞു കൊടുത്തത്രേ, ഇതിൻ്റെ പിന്നിലും ഒരു കർമ്മത്തിൻ്റെ കണക്കുണ്ട്. കാരണം താങ്കൾ ഒരു ജന്മത്തിൽ ഒരു വേട്ടക്കാരനായിരുന്നു. കാട്ടിൽ പോയി നായാട്ടിന് വേണ്ടിക്കൊണ്ട് അസ്ത്രം തൊടുത്തു ഒരു പക്ഷിയുടെ നേരെ. ആ സമയത്ത് ആ പക്ഷി പറന്നുപോയി. എനിക്ക് താങ്കൾക്ക് ഭയങ്കര ദേഷ്യം വന്നു. താങ്കൾ സ്വയം ആ മരത്തിൻ്റെ മേലെ കയറി. ആ പക്ഷിയുടെ കൂട്ടിൽ കൊച്ചു കൊച്ചു 100 മക്കളുണ്ടായിരുന്നു. ആ ദേഷ്യം കാരണം 100 മക്കളെയും കൊന്നുകളഞ്ഞു. तो धृतराष्ट्र का नेक्स्ट क्वेश्चन था कि वो तो होकर के बहुत साल हो गए, लेकिन इतना देरी क्यों, ऐसा पूछा. അപ്പോൾ ധൃതരാഷ്ട്രർക്ക് തിരിച്ചടുത്ത ക്വസ്റ്റ്യൻ, ആയിക്കോട്ടെ സംഭവിച്ചു, അത് കഴിഞ്ഞ് ഒരുപാട് കാലം കഴിഞ്ഞല്ലോ, പിന്നെ എന്തുകൊണ്ട് ആ ഒരു ഫലം വരാൻ വേണ്ടിക്കൊണ്ട് ഇത്രയും കാലം വൈകി? श्रीकृष्ण ने बोला कि गहना कर्मणो गति ही, ये भगवत गीता में आता है. गहना कर्मणो गति ही, कर्म का गति बहुत सूक्ष्म होता है. इसको अंडरस्टैंड करने के लिए आपका बुद्धि भी बहुत सूक्ष्म होना चाहिए. धृतराष्ट्र, आपने तो 100 बच्चों को पैदा किया. आप कितना अच्छा कर्म किए होंगे, 100 बच्चे आपको मिला. लेकिन 100 बच्चे जाने के लिए भी इतना बड़ा कर्म विकर्म आपने किया. इसीलिए आपको टाइम यदि आता है उसी टाइम में ये होना है. हमको अर्जेंसी में किसी का कर्म विकर्म ऐसा लेन देन नहीं हो सकता है. टाइम चाहिए उसको. അപ്പോൾ ധൃതരാഷ്ട്രോട് കൃഷ്ണൻ പറഞ്ഞു അത്രേ, ഗഹനേ ഗതി കർമ്മണ എന്ന് ഗീതയിൽ പറയുന്നുണ്ട്. അതായത് കർമ്മങ്ങളുടെ ഗതി വളരെ ആഴത്തിലുള്ളതാണ് എന്ന്. അതായത് നിങ്ങൾക്ക് ഒരു 100 മക്കളെ കിട്ടണമെങ്കിൽ, ഒരച്ഛന് 100 മക്കളെ കിട്ടണം എന്നുണ്ടെങ്കിൽ അത്രയും പുണ്യം ഉണ്ടായിരിക്കണമല്ലോ. അപ്പം ആ പുണ്യത്തിൻ്റെ കണക്ക് കഴിയുന്ന സമയത്ത് ആ 100 മക്കളെ നഷ്ടപ്പെടുകയും വേണം. 100 മക്കളെ നഷ്ടപ്പെടുന്ന സമയത്തുള്ള ദുഃഖം ഉണ്ടാകണം, 100 മക്കളെ കിട്ടാനുള്ളതായിട്ടുള്ള സുഖം ഉണ്ടായിരിക്കണം. അപ്പം രണ്ടും അതിന് കൃത്യമായ സമയം വരുമ്പോൾ മാത്രമേ അത് ആക്റ്റീവ് ആവുള്ളൂ. അതല്ലാതെ അതിന് മുന്നേ ആ കർമ്മം ആക്റ്റീവ് ആവില്ല. तो श्री कृष्ण ने बोला कि ये सभी मरना जीना ये सभी ड्रामा है, नाटक है. എന്നിട്ട് കൃഷ്ണൻ പറഞ്ഞു, ഈ ജനന മരണങ്ങളെല്ലാം തന്നെ വെറും നാടകമാണ്. ये बहुत बड़ा नाटक है और ये नाटक बहुत स्लो चलता है. ഇത് വലിയൊരു നാടകം വളരെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. जैसे बाबा बोलते हैं ना मुरली में, ड्रामा कैसा चलता है मना अपने जू मिसल चलता है स्लोली ऐसा. ബാബ പറയാറില്ലേ മുരളിയിൽ, ഡ്രാമ വളരെ പതുക്കെ പേനിനെ പോലെ അരിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പറയാറുണ്ടല്ലോ. तो इसीलिए जब हमको भगवान ने कर्म का हिसाब किताब, किस कर्म करने से हमको ज़्यादा फल मिलता है कम परिश्रम में, वो टेक्निक हमने बाबा ने बताया है. वो किसी को मालूम नहीं है. ऐसा नहीं कि
दुनिया में जो भी एक्सीडेंट्स होते हैं भगवान क्यों नहीं बचाता? क्योंकि उन्होंने, भगवान ने जो ज्ञान का किरणें प्रकंपन देते हैं रोज सुबह, जो भगवान से आता है, उस किरण को पकड़ने का टेक्निक नहीं है उनको। അതുകൊണ്ട് ബാബ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഭാഗ്യം നേടാനുള്ള ശ്രേഷ്ഠ കർമ്മങ്ങളെ, കർമ്മഗതിയെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്ന് കരുതിയിട്ട് ലോകത്തിലെ മനുഷ്യന്മാർ ചിന്തിക്കില്ല, ഇത്രയെല്ലാം അപകടങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഭഗവാൻ രക്ഷിക്കാത്തത്? കാരണം ഭഗവാനിൽ നിന്ന് സ്വന്തം കർമ്മങ്ങളെ ശ്രേഷ്ഠമാക്കാൻ വേണ്ടതായിരിക്കുന്ന പ്രകാശ ജ്ഞാന കിരണങ്ങളെ അവർ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് അവരുടെ കർമ്മത്തെ ശ്രേഷ്ഠമാക്കാനും രക്ഷപ്പെടാനും സാധിക്കാതിരിക്കുന്നത്. इसलिए ज्ञान का प्रकंपन को, ज्ञान का प्रकाश को हमारे बुद्धि में पकड़ के रखना है ना, ये बहुत बड़ा हाईएस्ट ऑफ द हाई परिश्रम है, प्रयत्न है, एफर्ट है. ജ്ഞാനകിരണങ്ങളെ, ജ്ഞാനപ്രകാശത്തെ നമ്മുടെ ബുദ്ധിയിൽ പിടിച്ചു വെക്കാൻ സാധിക്കുക അതൊരു വലിയ എഫർട്ടാണ്, വലിയ പരിശ്രമം തന്നെയാണ്. आज बाबा मुरली में बोला है कि आपको जितना हो सके उतना ज्ञान को इकट्ठा करना है. ബാബ എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എത്ര സാധിക്കും അത്ര ജ്ഞാനം നിങ്ങൾ സ്വീകരിക്കണം, കളക്ട് ചെയ്യണം. इसमें टाइम वेस्ट नहीं करना. അതുകൊണ്ട് സമയം വേസ്റ്റ് आकരുത്. तो बाबा को याद करने से ये सभी होता है, और लोगों को ये मालूम नहीं है याद करने का क्या मतलब है, कैसे याद करना, भगवान को याद करना कैसे करना मालूम नहीं उनको. इसलिए वो लोग क्या करते हैं, भगवान के ऊपर ही आरोप करते हैं. अज्ञान है ये. ഭഗവാനെ ഓർമ്മിക്കുമ്പോഴാണ് ഇതിനെല്ലാം ഉള്ളതായിരിക്കുന്ന ശക്തി കിട്ടുന്നത്. ലോകത്തെ മനുഷ്യർക്ക് ഭഗവാനെ എങ്ങനെ ഓർക്കണം എന്ന് പോലും അറിയില്ല. അതുകൊണ്ടാണ് അവർ പരിശ്രമിച്ചിട്ട് സാധിക്കാതെ വരുമ്പോൾ എല്ലാത്തിനും ഭഗവാന്റെ മേലെ കുറ്റം ആരോപിക്കുന്നത്. आज बाबा ने मुरली में पुण्य का और एक कर्म के बारे में बताया है. ഇന്ന് ബാബ മുരളിയിൽ പുണ്യത്തിന്റെ വേറൊരു കാര്യം കൂടെ നമ്മളെ കേൾപ്പിച്ചു തന്നു. वो वरदान में है कि आप अपना मनसा वरदान के द्वारा जो पुण्य का काम इकट्ठे करने वाले, ऐसा कुछ है ना. पुण्य का काम इकट्ठा करना है किससे? मनसा महादान करने वाले. ഇന്ന് രാവിലത്തെ വരദാനത്തിലും ബാബ പറഞ്ഞല്ലോ, മനസ്സിന്റെ മഹാദാനത്തിലൂടെ പുണ്യം സംഭരിക്കുന്നവരാകട്ടെ എന്ന് ബാബ ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് മനസ്സിന്റെ മഹാദാനത്തിലൂടെ, മീൻ വരദാനത്തിലൂടെ നിങ്ങളുടെ പുണ്യം ശേഖരിക്കപ്പെടും. इसमें संकल्प का रोल बहुत बड़ा है. ഇതിൽ സങ്കല്പത്തിന്റെ റോള് വളരെ വലുതാണ്. बुद्ध ने एक बात बताई है कि what you are today is the result of what you have thought. ബുദ്ധൻ ഒരിക്കൽ പറയണ്ടായിരുന്നു, ഇന്ന് നിങ്ങൾ എന്താണോ അത് ഇന്നലത്തെ നിങ്ങളുടെ ചിന്തകളുടെ പരിണിത ഫലമാണ്. What you have thought throughout your life has given you the result of what you are today. माना आपने अपने सारे जीवन में जैसे ही जो भी कुछ आपने सोचा है उसका रिजल्ट क्या है? उसका रिजल्ट आप जैसा है ऐसा आज ऐसा है, यही रिजल्ट है. അതായത് എന്തൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചിന്തിച്ചു എന്നതിൻ്റെ ആകത്തുകയാണ് ഇന്നത്തെ നിങ്ങൾ എന്ന്. तो उसका मतलब क्या है? थॉट का पावर इतना है. तो यदि पॉजिटिव पावरफुल सोचता है उसका रिजल्ट भी बहुत अच्छा मिल सकता है. അതായത് ചിന്തകളുടെ ശക്തി എത്രമാത്രമാണ്. പോസിറ്റീവായി പവർഫുള്ളായി ചിന്തിക്കുകയാണ് എങ്കിൽ അതിൻ്റെ ഫലവും അതുപോലെ വളരെ വലുതാണ്. तो बाबा ने बोला आप मनसा महादानी बनना है. मनसा महादानी माना क्या क्या बोला है बाबा ने कि शक्तियों का दान देना है. यदि शक्तियों का दान देता है आपको बहुत बड़ा पुण्य मिलने वाला है, और आपको
ऐसा शक्ति मिलेगा, आप अपना मनसा संकल्पों को कहीं भी कितने देर तक भी टिका सकते हैं। इतना आपको शक्ति मिलेगा, वो है मन के ऊपर विजय। ബാബ എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സുകൊണ്ട് മഹാദാനം കൊടുക്കുക. മനസ്സുകൊണ്ട് മഹാദാനം എന്ന് വെച്ചാൽ അർത്ഥം മനസ്സുകൊണ്ട് ശക്തികളുടെ ദാനം കൊടുക്കുക. ആ ശക്തികളുടെ ദാനത്തിൻ്റെ പ്രതിഫലമായിക്കൊണ്ട് മനസ്സ് വളരെയധികം ശക്തിശാലിയാകുകയും ഏത് സമയത്ത് എവിടെ എത്ര സമയം നിർത്തണോ അത്ര സമയം നിർത്താൻ സാധിക്കുകയും മനസ്സിൻ്റെ മേലെ ജയിക്കാൻ സാധിക്കുകയും നിങ്ങൾക്ക് പറ്റും. इसीलिए मनसा शक्ति दान देना माना क्या है? അതുകൊണ്ട് മനസ്സാശക്തിന് ദാനം കൊടുക്കുക എന്ന് വെച്ചാൽ എന്താണ്? जो दुखी है, जो अशांत में है, अशांति है, उनको हमारा मन से शांति सुख का दान देना ये बहुत बड़ा पुण्य का कार्य है. ദുഃഖികളും അശാന്തരുമായ ആളുകൾക്ക് മനസ്സുകൊണ്ട് സുഖവും ശാന്തിയും ദാനം നൽകുക എന്നത് വളരെ വലിയ പുണ്യത്തിൻ്റെ കർമ്മമാണ്. बाबा ने ये भी बोला है एक अभिव्यक्त मुरली में कि आप आपके मन के द्वारा किसी को कोर्स भी करा सकते हो. ഒരു മുരളിയിൽ ബാബ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് മനസ്സുകൊണ്ട് വേണമെങ്കിൽ ആർക്കും കോഴ്സും എടുക്കാം. ये टेलीपैथी है. ടെലിപ്പതിയാണത്. तो बाबा बोलते हैं आप अपना मन को बहुत शक्तिशाली बनना चाहते हैं तो मनसा शक्तियों का दान देना. मनसा शक्ति माना शांति का शक्ति, पवित्रता का शक्ति, सुख का शक्ति, प्रेम का शक्ति, ये सभी शक्ति है. इस शक्ति को हमने हमारा संकल्पों से दूर दूर तक जिन्होंने भी हॉस्पिटल में है, जिन्होंने भी जेल में है, जिन्होंने भी किसी जगह बहुत डिफ़िकल्टी में है, उनको हम पहुंचा सकते हैं. മനസ്സുകൊണ്ട് എത്ര ശക്തി കൊടുക്കുന്നുണ്ടോ അത്ര മനസ്സ് ശക്തിശാലിയാവും. മനസ്സുകൊണ്ട് ശക്തി കൊടുക്കുക എന്ന് വെച്ചാൽ അർത്ഥം മനസ്സുകൊണ്ട് ശാന്തി, സ്നേഹം, ശക്തി, പവിത്രത ഇത്തരം കിരണങ്ങളെ ലോകത്ത് ജയിലിലുള്ള ആളുകൾ, ഹോസ്പിറ്റൽസിലെ ആളുകൾ, അത്തരത്തിലുള്ള ദുഃഖികളായിരിക്കുന്ന അവസ്ഥയിലുള്ള ആളുകൾ, അങ്ങനെയുള്ള എല്ലാവർക്കും തന്നെ മനസ്സുകൊണ്ട് ദാനം കൊടുക്കുക. ഇതാണ് മനസ്സുകൊണ്ട് ശക്തികളെ ദാനം കൊടുക്കുക എന്നത്. ये एक स्किल है, योग करने का स्किल है, दान देने का स्किल है. ഈ ദാനം കൊടുക്കുന്ന ഒരു സ്കില്ലാണ്. इसके लिए एक कंडीशन है कि आप में स्टॉक रहना चाहिए. यदि स्टॉक है तो दे सकते हैं. ഇതിനൊരു കണ്ടീഷൻ ഉണ്ട്, സ്റ്റോക്ക് വേണം, എന്നാലേ കൊടുക്കാൻ പറ്റുള്ളൂ. സ്റ്റോക്കുള്ള സാധനമല്ലേ കൊടുക്കാൻ സാധിക്കൂ. और दूसरी कंडीशन ये है कि आपके अंदर बहुत साइलेंस होना चाहिए. മറ്റൊരു കണ്ടീഷൻ നിങ്ങളുടെ ഉള്ളിൽ സൈലൻസ് വേണം. और तीसरा कंडीशन है आपका अंदर बहुत पवित्रता का शक्ति भी रहना चाहिए. മൂന്നാമത്തെ കണ്ടീഷൻ നിങ്ങളുടെ ഉള്ളിൽ പവിത്രതയുടെ ശക്തി വേണം. तो आप बैठ करके बाबा से किरणें लेकर के आपका मन द्वारा, बुद्धि द्वारा कहाँ जाना है, जा कर के वहाँ आप शांति का, शक्ति का, सुख का, पवित्रता का किरणें दे सकते हैं. അപ്പോൾ നിങ്ങൾക്കിരുന്ന് ബാബയിൽ നിന്ന് ശക്തിയെടുത്ത് മനസ്സിൻ്റെ സങ്കല്പമാകുന്ന കിരണങ്ങളിലൂടെ എവിടെ ഇരിക്കുന്ന ആത്മാവിനും പവിത്രത, സുഖം, ശാന്തി, ശക്തിയുടെ ദാനം കൊടുക്കാനായി സാധിക്കും. इसको बोलते हैं मनसा सेवा. ഇതിനെയാണ് മനസാ സേവ എന്ന് പറയുന്നത്. बाबा ये भी बोलते हैं आप चलते फिरते भी मनसा सेवा कर सकते हैं. ബാബ പറയാറുണ്ട്, നിങ്ങൾ ഇരുന്നും നടന്നുകൊണ്ടും മനസാ സേവ ചെയ്യാൻ സാധിക്കും. जैसे सर्च लाइट रहता है समुद्र के बाजू, ऐसे आप सर्च लाइट बन के आपके मुंह द्वारा, आपके आंखें द्वारा, आपके आत्मा द्वारा सभी को प्रकंपन दे करके चल सकते हैं. സമുദ്രത്തിൻ്റെ അടുത്തുള്ളതായിരിക്കുന്ന ലൈറ്റ് ഹൗസിൽ നിന്ന് കിരണങ്ങൾ വ്യാപിക്കുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തിലൂടെ, നിങ്ങളുടെ കണ്ണുകളിലൂടെ, ആത്മാവിലൂടെ കിരണങ്ങളെ വ്യാപിപ്പിച്ചുകൊണ്ട് അല പരത്തിക്കൊണ്ട് നടക്കാവുന്നതാണ്. ये करने का टाइम
हमको ये याद रहना है कि मुझे देने वाला ऊपर है, सोर्स उधर है, ऐसे नहीं मैं सबको दे रहा हूँ, उसके ले करके मैं दे रहा हूँ। आई एम ओनली मीडियम। അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സോഴ്സ് ഓർമ്മ വേണം, എവിടെ നിന്നാണ് ശക്തി കേന്ദ്രം എന്നുള്ളത് ഓർമ്മ വേണം, അവിടെ നിന്ന് എടുത്തിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതായിരിക്കും അനുഭവം ചെയ്യണം. तो यदि हम सर्च लाइट बन सकते हैं तो बहुतों का कल्याण, बहुतों का सेवा मन सा कर सकते हैं. അങ്ങനെ സെർച്ച് ലൈറ്റ് ആവാൻ നമുക്ക് പറ്റുമെങ്കിൽ ഒരുപാട് പേർക്ക് സേവ ചെയ്യാൻ നമുക്ക് സാധിക്കും. ये सर्च लाइट पहले हमारा शरीर को देना होता है. സെർച്ച് ലൈറ്റ് ആദ്യം സ്വന്തം ശരീരത്തിന് നൽകണം. हमारे शरीर के ऊपर एक्सपेरिमेंट करना है, സ്വന്തം ശരീരത്തിന് മേലെ പരീക്ഷണം നടത്തണം, प्रयोग करना है, तो ये सक्सेस हो सकता है. അത് പ്രയോഗിച്ചു നോക്കുക എത്ര ശതമാനം എനിക്കതിനെ ജയിപ്പിക്കാനായി. क्योंकि मन और शरीर दोनों इकट्ठा है. मन किसी का भी 100% ठीक नहीं है, शांति नहीं है, संतुष्टता नहीं है, खुशी नहीं है. इसका असर शरीर के ऊपर होता है. तो यदि मन में सर्च लाइट का हमारा प्रैक्टिस करते हैं, उसका असर ऑटोमेटिकली हमारे शरीर में के ऊपर भी होता है. മനസ്സും ശരീരവും ഒന്നിച്ചാണല്ലോ ഉള്ളത്. അതുകൊണ്ട് മനസ്സിൽ സന്തോഷം, ആനന്ദം ഇവയുടെയൊക്കെ അലകൾ ഉണ്ടാകുമ്പോൾ ഈ അലകളെ നമ്മൾ സെർച്ച് ലൈറ്റായിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രഭാവം ആദ്യം സ്വന്തം ശരീരത്തിലും ഉണ്ടാകും. इसलिए हमको ये प्रैक्टिस करना है, रोज थोड़ा समय मनसा सेवा करना है, रोज. അതുകൊണ്ട് ദിവസവും കുറച്ച് സമയം മനസ്സാ സേവ ചെയ്യാൻ വേണ്ടി അഭ്യസിക്കണം. हमको कहीं भी जाना नहीं है, घर बैठे हम सेवा कर सकते हैं. നിങ്ങൾ എവിടെയും പോകണമെന്നൊന്നുമില്ല, വീട്ടിലിരുന്നു കൊണ്ടും ഈ സേവ ചെയ്യാൻ സാധിക്കും. तो इसीलिए योग का शक्ति, बाबा ने बोला है आज योग बल जितना ज़्यादा होता है उतना हमको अंदर से सेवा करने के लिए मन ऑटोमेटिकली आता है. അതുകൊണ്ടാണ് ബാബ പറയുന്നത് യോഗശക്തി എത്ര കൂടുതൽ നിങ്ങൾ ശേഖരിക്കുന്നോ അത്രത്തോളം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ സേവ ചെയ്യാൻ തുടങ്ങും. अच्छा, ओम शांति. थैंक यू वेरी मच.